വീട്ടിൽ ഇതുപോലെ സിമ്പിളായിട്ട് ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്യുടെ ഒരു ഇതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ പാല് 1 ലിറ്റർ പാലാണ് വാങ്ങിക്കാറ് കേട്ടോ. 1.5 വാങ്ങിക്കുള്ളൂ. അപ്പോൾ ഒരുമിച്ച് 1 ലിറ്റർ വാങ്ങിക്കും. നമുക്ക് ഇത്രയും പാലുണ്ടാവും കേട്ടോ 1 ലിറ്റർ. അപ്പോൾ നമ്മളെങ്ങനെയാണ് നെയ്യ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതാക്കലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഏകദേശം ഫുള്ളുണ്ടാവും. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്മിലിട്ടിട്ട് വേണം തിളപ്പിക്കാൻ കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാൻ പാടില്ല. ലേശം ഞാൻ കഴുകി ഒഴിക്കും കേട്ടോ. അത്രേ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് കഴുകി ഒഴിക്കും. അധികം വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. കഴുകി ഒഴിക്കുക. ഇനി നമ്മൾ സിമ്മിലാണ് ഇടണ്ടേ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഇതിലാണ് വെക്കുന്നത് കേട്ടോ. ഇതിൽ ഏറ്റവും കുറവിൽ വെക്കും. ടെമ്പറേച്ചർ 120, അത്രയും വാം പോലെ ഒരു 10-15 മിനിറ്റ് എടുക്കും കേട്ടോ ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞാൽ ഫുൾ അപ്പം തന്നെ പാലെടുക്കില്ല. ഓക്കെ, ഒരു ദിവസം മുന്നേ തന്നെ വാങ്ങിക്കും. മീൻസ് ഇപ്പോൾ ഇനി 4 മണിക്കാണ് ഇതിൻ്റെ പാല് ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ പാലിപ്പോൾ യൂസ് ചെയ്യില്ല. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് തിളച്ച് പൊങ്ങുമ്പോൾ ഓഫ് ചെയ്ത് വെക്കും. എന്നിട്ട് തണുപ്പാറിയതിന് ശേഷം ഡയറക്റ്റായിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കും. ഫ്രിഡ്ജിലോട്ട് വെക്കുമ്പോൾ പാട ഫുള്ള് മുകളിൽ ഇങ്ങനെ കട്ട പോലെ കാണാം. അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, കാണുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് ഒരു 2 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ, ഞാനിപ്പോൾ 4 മണിക്കാണ് രാവിലെ കാച്ചിയത്. 4 മണിക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്ര അധികം തന്നെ പാട കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അത്ര അധികം പാടയാണ്. അടിപൊളിയാണ് കേട്ടോ. നല്ല ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ഇതൊക്കെ എടുത്ത് വെക്കാനും ഈ നെയ്യ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു കാര്യങ്ങളൊക്കെ കുറച്ച് പണിയാണെങ്കിലും എനിക്ക് കുറച്ചും കൂടി ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാറ്റി വയ്ക്കാം. ഇതിൽ നിന്ന് പാട തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പാട എടുത്ത് വെക്കുമ്പോൾ അവർ ഓടി വന്ന് അവർക്ക് പാട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി എന്താണെന്ന് വെച്ചാൽ ഇത്ര അധികം ഞാനിപ്പോൾ ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ചെറിയൊരു പാത്രത്തിലാണ് ആദ്യം ഇട്ട് വെച്ചത്. അപ്പോൾ അതും പിന്നെ ഞങ്ങളുടെ നെയ്യ് കഴിയാറായി. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ഓക്കെ വേഗം നെയ്യ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഉണ്ടാക്കിയ നെയ്യ് കഴിഞ്ഞു. അപ്പോൾ ഇത് ഇപ്പോൾ പകുതി ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ അതും രണ്ടും കൂടിയിട്ട് ഇപ്പം പണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഐസ് ഇട്ട് വെച്ചിട്ട് അത് മിക്സിയിലിട്ട് അടിക്കാറുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ മടി കാരണം അതൊന്നും ചെയ്യാറില്ല. ഡയറക്റ്റ്ലി ഇതെടുത്ത് ചൂടാക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാൻ ആ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ശരിക്കും ഇങ്ങനെ വെണ്ണ പോലെ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ അതിട്ടു. നോൺ സ്റ്റിക്കിൻ്റെയിലാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. നമുക്ക് പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കില്ല. പിന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും അത്ര കുഴപ്പമില്ല. പക്ഷേ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല എന്നൊക്കെയാണ് പറയാറെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ആദ്യത്തെ ആ ഒരു ടൈമിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ആക്കാറുണ്ട്. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും വരാറില്ല. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് കേട്ടോ. ഇത് കുറച്ചും കൂടി കഴിയുമ്പോൾ ഇങ്ങനെ ബബിൾസ് ആയിട്ട് വരും. ഇത് സെക്കൻഡ് സ്റ്റേജാണ്. ഇതൊരു തേർഡ് സ്റ്റേജ് ആയിട്ട് ഇങ്ങനെ പിരിഞ്ഞ് നെയ്യായി തുടങ്ങിയ ഒരു സ്റ്റേജാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അത്ര നമുക്ക് ടെൻഷനില്ല, അടിയിൽ പിടിക്കില്ല. നിങ്ങൾ മറ്റേ ചീഞ്ചട്ടിയിലൊക്കെ ആകുമ്പോൾ നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇത് അവസാനത്തെ ഒരു ഏകദേശം കണ്ടോ, നെയ്യൊക്കെ നന്നായിട്ട് ആയി തുടങ്ങി. ആദ്യമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു അത്ര നല്ല സ്മെല്ലാവില്ല കേട്ടോ വരിക. നമ്മൾ പിന്നെ ഇത് ഫ്രീസറിലാണ് ആ ഒരു പാട സൂക്ഷിക്കേണ്ടത്. ഫ്രീസറിലാണ്, ഫ്രിഡ്ജിലല്ല. ഫ്രീസറിൽ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട്. നന്നായിട്ട് കണ്ടോ നെയ്യ് നന്നായിട്ട് വന്നിട്ട് ഇപ്പോൾ ഒക്കെ നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങും കേട്ടോ. ഈ ഒരു ടൈമിൽ നന്നായിട്ട് സ്മെല്ലൊക്കെ നല്ല അടിപൊളിയായിരിക്കും. ഫുള്ള് വീട്ടിൽ മൊത്തം ഈ ഒരു നെയ്യിൻ്റെ മണമായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ലാസ്റ്റ് ഞാനിപ്പോൾ ഫ്ലെയിം ഇങ്ങനെ ഓഫ് ചെയ്യാൻ പോവാണ്. ഏകദേശം ആ ഒരു ഇത് കണ്ടോ ഇങ്ങനെ ബ്രൗണിഷ് ആകുമ്പോൾ വേഗം തന്നെ ഓഫ് ചെയ്യാണ് നല്ലത് കേട്ടോ. അത് കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെയ്യിൻ്റെ കളർ തന്നെ ആകെ മാറും. അപ്പോൾ ഞാനിപ്പോൾ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചൂടാറിയിട്ട് ഞാനിപ്പോൾ ഇതേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി നെയ്യാണ്. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ.